ഇന്ന് നമ്മളിൽ സെയിലിന് വന്നിട്ടുള്ളത് ഒരു 1.5 ഏക്കർ പ്രോപ്പർട്ടിയാണ്. 1.5 ഏക്കർ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ലാൻഡ്. സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ നിന്ന് മടത്തറ പോകുന്ന റൂട്ടിൽ പാരിപ്പള്ളിയുടെയും പള്ളിക്കലിന്റെയും ഇടയിലായിട്ട് കിഴക്കനേല എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഴക്കനേലയിൽ തന്നെ നമ്മുടെ പാരിപ്പള്ളി മടത്തറ റോഡിന്റെ സൈഡിലായിട്ട് കിടക്കുന്ന മെയിൻ റോഡിന്റെ സൈഡിലായിട്ട് കിടക്കുന്ന ഒരു 1.5 ഏക്കർ പ്രോപ്പർട്ടിയാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 1.5 ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് വിശാലമായിട്ട് നിരന്ന് കിടക്കുന്ന തറഭൂമിയാണ്. അത് 1.5 ഏക്കർ ഫുള്ളായിട്ട് മാത്രമല്ല, നമുക്ക് പ്ലോട്ട് തിരിച്ചും കൊടുക്കുന്നതാണ്. 1.5 ഏക്കർ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, 1 ഏക്കർ വേണ്ടവർക്ക് കൊടുക്കും, 40 സെന്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. മെയിൻ റോഡിന്റെ നേരെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഈ മെയിൻ റോഡിൽ നിന്ന് നേരെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വിശാലമായിട്ട് റോഡിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നതാണ്. അത് വീട് വെക്കാനൊക്കെ നല്ല, ഇപ്പൊ 40 സെന്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. 40 സെന്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ല കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പെട്രോൾ പമ്പ് ആയാലും എന്തിനു വേണമെങ്കിലും നേരെ റോഡിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഏത് കൊമേഴ്ഷ്യൽ കാര്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലോറി വേണമെങ്കിൽ വരും, ബസ് വരും, എല്ലാ തരത്തിലുള്ള വലിയ വണ്ടികളും വരുന്ന തരത്തിലുള്ള ഫ്രണ്ടിലെത്തുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ്. നല്ല നിരന്ന ഭൂമിയാണ്. ചരിഞ്ഞോ വാക്കല്ലാതെ കിടക്കുന്ന ഒന്നുമല്ല, നല്ല നിരന്ന് കിടക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇടിച്ച് നിരപ്പാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല നിരന്ന ക്ലിയർ ആയിട്ടുള്ള ഒറ്റ നിരപ്പിലുള്ള ഒരു ഭൂമി നമുക്ക് കിട്ടുന്നതാണ്. പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചോദിക്കുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കിട്ടും. 40 സെന്റോ 1.5 ഏക്കറോ 1 ഏക്കറോ എങ്ങനെ വേണമെങ്കിലും കിട്ടും. ടോട്ടൽ 1.5 ഏക്കറാണ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല കണ്ണായ സ്ഥലമാണ്. പാരിപ്പള്ളി മടത്തറ മെയിൻ റോഡാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും എപ്പോഴും നല്ല തിരക്കുള്ളതുമായിട്ടുള്ള നല്ല ഒരു ലൊക്കേഷനാണ്. അത് മാത്രമല്ല റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറൈസ്ഡ് താർ ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ട് കിടക്കുന്ന റോഡാണ്. ഈ അതിര് കാണുന്നതാണ് പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് അങ്ങ് ഏകദേശം ഒരു 50 മീറ്ററോളം നീളമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ വിശാലമായിട്ട് അങ്ങോട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വാങ്ങിയിടാനാണെങ്കിലും കയ്യിൽ ക്യാഷ് ഉള്ളവർക്ക് വാങ്ങിയിടാനാണെങ്കിലും പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. കാരണം വില കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. കാരണം തൊട്ടടുത്ത് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പാരിപ്പള്ളി ജംഗ്ഷന്. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്കുള്ള എല്ലാം ഉണ്ട്. പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ, പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ, LP സ്കൂള്, UP സ്കൂള്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏകദേശം 1 കിലോമീറ്ററിന് അടുത്ത് തന്നെ ഉണ്ട്. പള്ളി, അമ്പലം തുടങ്ങി എല്ലാ സംഗതികളും നമുക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിനുള്ളിലായിട്ട് തന്നെ അവൈലബിൾ ആണ്. ഇപ്പം നിലവിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് റബ്ബറുകളാണ് നിൽക്കുന്നത്. മൊത്തം തൈ റബ്ബറുകൾ വെച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ തുടർന്ന് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റുന്ന തരത്തിലേക്ക് ആക്കാം. നമുക്കിവിടെ മാർക്കറ്റ് റേറ്റിൽ നിന്നും ഒരുപാട് താഴ്ന്ന റേറ്റിലാണ് ഇവിടെ ഓണർ വില ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഏരിയയിൽ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിക്കെല്ലാം ഏകദേശം 3.5-4 ലക്ഷമൊക്കെയാണ് ആസ്കിംഗ് റേറ്റുകൾ. എന്നാൽ ഈ പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഓണർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,60,000 രൂപയാണ്. 2,60,000 എന്ന് പറയുന്നത് ഈ ഏരിയയിൽ, അതും പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് വളരെ കുറവാണ്. ലക്കിലെടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ വേണമെങ്കിലും മേടിച്ചിട്ട് വിറ്റാൽ പോലും ഇതിനേക്കാൾ റേറ്റ് കിട്ടുന്നതാണ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.